അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യ ഗുരുനാഥന്മാരെ, ബഹുമാന്യരായ ഹാഫിളുമാരെ, ഹാഫിളത്തുമാരെ, സ്നേഹാദരണീയരായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഖുർആൻ പഠിതാക്കളായ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഉസ്താദുമാരെ, ബഹുമാന്യനായ എൻ്റെ കൂട്ടുകാരൻ മുത്തുകോയ സാഹിബ്, എൻ്റെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാത്രാമധ്യേ നേരിട്ട ഒരു പ്രയാസം, പ്രയാസം എന്ന് പറഞ്ഞുകൂടാ, ഒരു റബ്ബിൻ്റെ ഒരു മണിക്കൂർ തീരുമാനം നീണ്ടുപോയത് കൊണ്ട് ഇവിടെ 2 മണി എന്നുള്ളത് 3 മണി ആയിട്ടുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കും എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭൂമുഖത്ത് അള്ളാഹു കുറേ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ, ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളും, നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമ്മളെന്താണ് നിറക്കുന്നത് എന്ന് നോക്കിയിട്ടാണ്. നമ്മളൊരു ചാക്ക് എടുത്തിട്ട് ആ ചാക്കിൽ ചാണകം നിറച്ചാൽ അത് ചാണകച്ചാക്കാണ്. അതിൽ നമ്മൾ പഞ്ചസാര നിറച്ചാൽ അത് പഞ്ചസാര ചാക്കാണ്. 9 ഓട്ടയുള്ള ഒരു PVC പൈപ്പാണ് മനുഷ്യൻ. നമ്മുടെ റൂഹിന് പോവാൻ വഴിയില്ലാത്തതിൻ്റെ പേരിൽ മൂപ്പർ പോകാതെക്കില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറക്കുന്നതിൽ ഏറ്റവും നല്ലതിനെ നിറക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിന് സമയം വേണം, സമ്പത്ത് വേണം, സാഹചര്യം വേണം, മാത്രമല്ല നല്ലൊരു മനസ്സും കൂടി വേണം. അതിൻ്റെ ഉടമകളാണ് നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കൂട്ടത്തിൽ ഞങ്ങളെയും റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ എല്ലാം ബന്ധുക്കളാണ്, ബന്ധങ്ങളാണ്. നമുക്കെല്ലാവരും വേണം. ആരും വേണ്ട എന്ന് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. ബന്ധുക്കൾ വേണം, ജ്യേഷ്ഠന്മാർ വേണം, അനിയന്മാർ വേണം, മക്കൾ വേണം, പേരക്കുട്ടികൾ വേണം. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാവുമ്പോൾ വേണം എന്നല്ല, എപ്പോഴും വേണം. അതിനു മാത്രം അലം നശ്റഹ് ലക സ്വദ്റക, നിന്റെ ഹൃദയത്തെ വിശാലപ്പെടുത്തി തന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഹൃദയ വിശാലത ഉണ്ടെങ്കിലേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ ഒരു വീട്, ആ വീടിൻ്റെ ചുറ്റും ഒരു മതിൽ, ആ മതിലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പൂള്, ഒരു യന്ത്ര ഊഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചൂരൽ ഊഞ്ഞാൽ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് കുറച്ച് പുല്ല് അത് നനക്കാൻ ഒരു ഓസം കിട്ടിയാൽ പിന്നെ നമുക്ക് ആരും വേണ്ടി വരില്ല. പക്ഷേ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും റബ്ബ് തന്നതാണ് ഈ ബന്ധങ്ങളൊക്കെ. നമുക്ക് ആർക്കും
വെറുതെ കിട്ടിയതല്ല. നമ്മുടെ ഉമ്മയെ അള്ള നമുക്ക് തന്നതാണ്, നമ്മുടെ ഉപ്പയെ അള്ള നമുക്ക് തന്നതാണ്. നമ്മുടെ മക്കളില്ലാത്ത ചില ആളുകളെ നിങ്ങളൊക്കെ കാണലുണ്ടാവും. അവരുടെ മുഖം നമ്മളിങ്ങനെ വായിക്കും. അപ്പോൾ എന്തേ ഒരു സങ്കടം എന്ന് ചോദിച്ചാൽ അവർ പറയും, ഒന്നുമില്ല, ഒരു ചെറിയ സങ്കടമുണ്ട്. എന്താണ്? മക്കളില്ല. അപ്പം നമ്മൾ വിചാരിച്ചാൽ മക്കൾ ഉണ്ടായിട്ടുള്ള സങ്കടം കൊണ്ട് കിടക്കുക നമ്മൾ. അന്നേരാണ് മക്കളില്ലാത്ത ഒരാളുടെ സങ്കടം. അത് വല്ലാത്തൊരു സങ്കടമാണത്, വലിയൊരു വിഷമാണത്. അവർക്ക് തിന്നാൻ കൊടുക്കണം, അവരെ നോക്കണം, അവരെ ഉണർത്തണം, അവിടെ ഉറക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെ ബാധ്യതയാണ്. പക്ഷെ എങ്കിലും നമ്മൾക്ക് അവർ ഒരു സന്തോഷമാണ്. അതെന്തുകൊണ്ടാ? അള്ള തന്നത് കൊണ്ടാണ്. ഭാര്യ പ്രസവിച്ചു എന്നതുകൊണ്ടല്ല, റബ്ബ് നമുക്ക് തന്നതുകൊണ്ടാണ്. അപ്പം ആ ബന്ധങ്ങളും നമ്മളുടെ കുടുംബങ്ങളും കുടുംബ ബന്ധുക്കളും ജ്യേഷ്ഠന്മാരും അനിയന്മാരും എളാപ്പമാരും മൂത്താപ്പമാരും ഭാര്യയുടെ ഉപ്പയും ഭാര്യയുടെ ഉമ്മയും ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ആര് തന്നതാണ്? അള്ള തന്നതാണ്. അള്ള തന്ന ബന്ധങ്ങളെ നമുക്ക് മുറിക്കാൻ പാടില്ല. നമ്മളെത്ര മുറിച്ചാലും, ഇപ്പോൾ ഒരുത്തൻ ഉമ്മാനോട് തെറ്റി, ഉമ്മയോട് തെറ്റിയിട്ട് അദ്ദേഹം ഉമ്മാൻ്റെ അടുത്തേക്ക് പോകലില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ കുളിക്കുമ്പോൾ സോപ്പൊക്കെ തേച്ച് വരുമ്പോൾ ഒരു അടയാളം ഉണ്ടാവും, വയറിൻ്റെ അവിടെ ഒരു ഓട്ട. അപ്പോൾ അവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ഇതെന്തിൻ്റെ അടയാളമായിരുന്നു? അത് ഉമ്മയുടെയും അവൻ്റെയും പൊക്കിൽ കൊടികളെ ബന്ധിച്ച മായ്ക്കാനാകാത്ത ഒരു അടയാളമാണ്. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഹെഡ് മിസ്ട്രസ് ചോദിച്ചു, മാഞ്ഞു പോകാത്ത ഒരു അടയാളം വേണമെന്ന്. നമ്മളൊക്കെ വീണ കുറേ മുറിക്കാലായിരുന്നു കാണിച്ചു കൊടുക്കൽ. പക്ഷേ ഒരാൺകുട്ടി, ശുഐബ് എന്നാണ് ആ കുട്ടിയുടെ പേര്, അവൻ നിഷ്കളങ്കനായി അവൻ്റെ കുപ്പായം പൊന്തിച്ചിട്ട്, സർ ഒരിക്കലും മാഞ്ഞു പോകാത്ത അടയാളം ഇതാണെന്ന് പറഞ്ഞു പൊക്കിൽ അടയാളം എഴുതാൻ പറഞ്ഞു അവൻ്റെ ഫയലിൽ. ടീച്ചർ ഒരു കോഴ്സിലാണത് എടുത്തു പറഞ്ഞത്. അപ്പോൾ നമുക്കുള്ള പ്രതീക്ഷ എന്താ വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ മക്കളും ആവുന്നുണ്ട് എന്ന് നമ്മൾക്ക് സന്തോഷിക്കാം. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജഅലഹു നസബ വസ്ഹറൻ വകാന റബ്ബുക ഖദീറാ. അല്ലാഹു നമുക്ക് കുടുംബ ബന്ധുക്കളെയും അതുപോലെ തന്നെ പരമ്പരകളെയും ഒക്കെ റബ്ബ് നൽകി, മക്കളെ നൽകി, പേരക്കുട്ടികളെ നൽകി. വകാന റബ്ബുക ഖദീറാ, അല്ലാഹ് കഴിവുള്ളവനാണ്. അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്ന നമ്മളൊക്കെ എന്തിൻ്റെ തെളിവാണ്? അല്ലാഹ് കഴിവുള്ളവനാണ് എന്നതിൻ്റെ തെളിവാണ്. അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ പാലിക്കണം. ഖുർആനിൽ കുടുംബജീവിതത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ് എനിക്ക് 30 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഓർമ്മിക്കാനുള്ളത്. ഫഅബ്ദൂ മാ ശിഅ്തും മിൻ ദൂനിഹി ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവ ഖസ്റാനുൽ മുബീൻ. ഫഅബ്ദൂ മാ ശിഅ്തും മിൻ ദൂനിഹി, റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ അതിൽ ദുർവാശിയുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമെന്ന വാശിക്കാരനാണെങ്കിൽ, നീ അല്ലാഹു അല്ലാത്ത നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ആരാധന ചെയ്തോളൂ. പക്ഷേ നബി തങ്ങളെ പറയണം, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. സ്വന്തത്തെയും സ്വന്തം കുടുംബ ബന്ധുക്കളെയും നമ്മളുടെ രക്തബന്ധുക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവരാരാണെന്നോ, അലാ ദാലിക ഹുവ ഖസ്റാനുൽ മുബീൻ, അവരാകുന്നു വലിയ ഏറ്റവും വ്യക്തമായ നഷ്ടക്കാർ. നമ്മളെ കുടുംബത്തിനൊരു കല്യാണം വിളിച്ചിട്ട് എല്ലാവരും വന്നില്ല എന്നുള്ളതല്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ, യാ റബ്ബി, യാ റഹ്മാൻ, യാ ഗഫൂർ, യാ വദൂദ്, നമ്മളെ വീട്ടിൽ ഇടിവെറ്റിയാലും ഉരുള് പൊട്ടിയാലും
ദുരന്തം വന്നാലും ദുരിതം വന്നാലും ഒക്കെ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി യാ അല്ലാ യാ ഗഫൂർ. 3-3.5 വയസ്സായ കുട്ടികളൊക്കെ അല്ലേ നിങ്ങളെ വീട്ടിൽ? ചില സമയത്ത് തലേ കയ്യച്ചിട്ട് പറയലേ റബ്ബുൽ ആലമീനേ. മദ്രസ പോയിട്ടില്ല, ആ വീട്ടിൽ വല്യുമ്മ അങ്ങനെയാണ് വിളിക്കുക, വല്യുപ്പ അങ്ങനെയാണ് വിളിക്കുക. ചില കുട്ടികൾ എന്ത് പറയുമ്പോഴും 3-3.5 വയസ്സായ റഹ്മാനായ റബ്ബേ. അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുകയെ ഈ കുട്ടി ഇപ്പൊ ഏത് മദ്രസ അത് പഠിച്ച്? അല്ല, ആ വീട്ടിലെ ഉപ്പ റഹ്മാനായ റബ്ബേ, റഹ്മാന് റബ്ബ്. അപ്പോൾ നമ്മൾ ചാലിച്ചെടുക്കുന്ന തൗഹീദ് നമ്മളുടെ വീട്ടിലെ മക്കൾക്കടക്കം കിട്ടുമ്പോഴാണ് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ഉപകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഉപ്പ, ഉൾക്കൊള്ളുന്ന ഉമ്മ, ഉൾക്കൊള്ളുന്ന മക്കള്, ഉൾക്കൊള്ളുന്ന ഭാര്യ, ഉൾക്കൊള്ളുന്ന ഭർത്താവ്, ഉൾക്കൊള്ളുന്ന ജ്യേഷ്ഠൻ അനുജന്മാർ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഒത്തുകൂടുന്നത് പോലെ നമുക്ക് പരലോകത്തും. സൂറത്തു സുമറിലെ 15-ാമത്തെ ആയത്താണ്. നോക്കൂ നിങ്ങൾ, ഒരു തൗഹീദിന്റെ തണലിൽ വളർന്ന ഒരു കുടുംബത്തിന്റെ ആദർശം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യ നീ കഷ്ടപ്പെടേണ്ടതാണ്. വാലിദി വമാ വലത്, ബാപ്പയും മകനുമാണ് അവിടെ സത്യം അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത്. ബാപ്പയും മകനും. ആ വാപ്പ മകന്റെ പ്രത്യേകത എന്താ? വളരെ കഠിനാധ്വാനം ചെയ്ത് വല്ലാതെ പരീക്ഷണത്തിന് വിധേയനായ ബാപ്പയും മകനുമാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദി വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഗതിയിട്ട് ഇടങ്ങേറായി അല്പം അധ്വാനിച്ച് ഒക്കെ ജീവിക്കേണ്ടവനാണ്. ആട്ടിൻ്റെ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ 3 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ മതി. മനുഷ്യൻ്റെ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ ചുരുങ്ങിയത് 8 മാസം 9 മാസം എടുക്കും. അത് ചൊളാണ്ടി കൊടുക്കായിട്ടോ അല്ലെങ്കിൽ രാഗിപ്പൊടി കൊടുക്കായിട്ടോ ഒന്നല്ല. അത് അള്ളാൻ്റെ ജപ്പാൻ്റെ കുട്ടിയായാലും അമേരിക്കൻ്റെ കുട്ടിയായാലും വയനാട്ടിലത്തെ കുട്ടിയായാലും ആ കാലാവധി എടുക്കും. അത് ഇനി ഒഴിച്ചിലിന് കൊണ്ടുപോയി ഒഴിഞ്ഞ് നേരിട്ട് 3-ാം വയസ്സിൽ എഴുന്നേറ്റ് 3-ാമത്തെ മാസത്തിൽ എഴുന്നേറ്റ് നടക്കൊന്നുമില്ല. അത് അള്ളാഹു അങ്ങനെ നമ്മളെ പഠിച്ചത്. അപ്പം ജീവിതത്തിൽ കുറച്ചൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കാനും കഷ്ടപ്പാട് ഉൾക്കൊള്ളാനും പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് കുടുംബത്തിനുണ്ടാകണം. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് പത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്ത വായിക്കുമ്പോൾ മരണം സംഭവിച്ചു, വേറെ വിവരങ്ങളൊന്നുമില്ല. ഇന്നയാള് 42 വയസ്സുള്ള യുവതി മരണപ്പെട്ടു, അല്ലെങ്കിൽ യുവാവ് മരണപ്പെട്ടു. മയ്യത്ത് നമസ്കാരം നിയമ നടപടികൾക്ക് ശേഷം. അങ്ങനെയുള്ള ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ താഴെ ആളുകൾ ചോദിക്കും, എന്തേ നിയമ നടപടിക്ക് ഉണ്ടായത്? അപ്പം എന്ത് ചെയ്യുന്ന ഈ മരണ വാർത്ത ഇട്ട ആളും എല്ലാം അതങ്ങ് ഡിലീറ്റ് ആക്കും. എന്താ സംഭവം? ആത്മഹത്യ എല്ലാ വീടുകളിലും ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ഹിന്ദു ഒന്നും വ്യത്യാസമല്ല. എന്തുകൊണ്ടാ? മനസ്സ് നമ്മൾ തകരുകയാണ്, മനസ്സ് വിഷമിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിഷമിക്കരുത്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ അബ്ദൽ അസ്നാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കണത്? പടച്ചോനെ, ഈ മണ്ണ് ഞങ്ങൾക്ക് എന്നും നിർഭയത്തുള്ളതാക്കി തരണേ. എന്നെയും എൻ്റെ മകനെയും എൻ്റെ സന്തതികളെയും വിഗ്രഹ ആരാധനയിൽ നിന്ന് തടയണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഒരു വഴി, ആ വഴി കൂടി ഇങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി 2 ആൾ ചെന്നു. അപ്പോൾ 2 ആൾ ചെന്നപ്പോൾ ഒരാൾ ചെന്നപ്പോൾ പറഞ്ഞു, അവിടുത്തെ 2-3 ആളുകൾ പറഞ്ഞു, അപ്പുറം കിടക്കണമെങ്കിൽ എന്തെങ്കിലും നേർച്ചയാക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അടുത്തൊന്നുമില്ല, എന്നാൽ ഒരു ഈച്ചനെ പിടിച്ച് നേർച്ചയായിക്കളെ. ഈച്ച അപ്പോൾ ആർക്കും വലിയ ഉപകാരമുള്ളതൊന്നുമല്ല. ഒരു ഈച്ച ചത്തുപോയാൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ ദുനിയാവിന്. അപ്പോൾ എന്ത് ചെയ്ത് കുറേയൊക്കെ നടന്നു നോക്കി, ഒരു ഈച്ചനെ കിട്ടി, അതിനെ കൊന്നുകാണ്ട് നേർച്ചയാക്കി അപ്പുറം കിടന്നു. 2-ാമത്തവനോട് പറഞ്ഞു, എന്തെങ്കിലും ഇവിടെ നേർച്ചയാക്കിയിട്ട് പോകണം. അപ്പോൾ 2-ാമത്തവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ നേർച്ചയാക്കാറില്ല. അപ്പോൾ ഈച്ചനെ ആക്കിയാൽ മതി, ഈച്ചനെ നേർച്ചയാക്കിയാൽ മതി. അപ്പോൾ ആ പറഞ്ഞു, ഈച്ചനായാലും പാറ്റനായാലും ഞാൻ അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കലുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെരടി വെട്ടി. റസൂൽ അലൈഹി സ്വലം പറയാണ്, ഈച്ചയെ നേർച്ചയാക്കി റബ്ബല്ലാത്തവന് നേർച്ചയാക്കി അപ്പുറം കടന്നവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ നേർച്ചയാക്കുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ
പെരടി വെട്ടപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സ്വർഗവും നരകവും നമ്മുടെ കുടുംബ ബന്ധത്തിൽ തീരുമാനിക്കുന്നത് റബ്ബേ എന്ന് വിളിക്കുകയും റബ്ബിന് സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, നമ്മളൊരു ഉമ്മത്താണ്, നമ്മളൊരു സമുദായമാണ്. ഈ സമുദായത്തിന് അള്ളാഹുവിൻ്റെ റസൂല് തന്നിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം ഏതാണ്? എല്ലാ സമുദായത്തിനും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാ നിങ്ങൾ? ലജ്ജയാണ്. അൽ ഹയാ. ഹേയ് ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ അങ്ങനെ ഡോറ് തുറക്കുമ്പോഴേക്ക് ആളുകൾ വന്നാൽ ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലൂല. എൻ്റെ മകള് അങ്ങനെ സിറ്റ് ഔട്ടിൽ വന്ന എല്ലാ ആണുങ്ങളെ മുമ്പിലും നിൽക്കൊന്നുമില്ല. എൻ്റെ മോള് കല്യാണം നടക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൽ വേദിയിൽ ഇങ്ങനെ നിന്ന് കോളിനോസ് ക്ലോസപ്പിൻ്റെ ചിരിയൊന്നും ചിരിക്കാൻ എൻ്റെ മോളെ കിട്ടൂല. കാരണം എന്താ? ഞങ്ങൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടതാണ്. ഞങ്ങൾ ലജ്ജയുള്ളവളാണ്, ലജ്ജയുള്ളവനാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഫലമ്മാ ബലഗ മഅഹു വസ്സഇ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പറഞ്ഞാ കേൾക്കുന്ന മകൻ. വിശദമായിട്ട് പറയാൻ സമയമല്ല. പറഞ്ഞാ മോനെ നിന്നെ ഞാൻ ബലിയറുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ നമ്മളെ കുട്ടികളോട് പറയാ വലിയിരുന്നാക്ക്, മോനെ ഇജ്ജ് എവിടെയുള്ളത്? ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ ബലിയറക്കണം എന്ന് വാപ്പ സ്വപ്നം കണ്ടിക്കണ് പറഞ്ഞാല് പിന്നെ ഓൻ ആ പറമ്പിലും ഉണ്ടാവില്ല, ആ നാട്ടിലും ഉണ്ടാവില്ല, പെരുന്നാൾക്കാരത്തിനും ഉണ്ടാവില്ല അല്ലേ? അതെന്തുകൊണ്ടാ? അത്രേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി പറയാണ് യാ അബത്തി ഫഅൽ മാ തുഅ്മർ, യാ അബത്തി ഫഅൽ മാ തുഅ്മർ. നിങ്ങളവിടെ അല്ലാഹ് എന്താ പറഞ്ഞ നിങ്ങൾ ചെയ്തോളി. ഇപ്പം നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കാൻ നിൽക്കണേ? അറിവിനെയാണെങ്കിലും ഒക്കെ നമ്മൾ ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ട് അപ്പം അതൊക്കെ ചെയ്യുക. അള്ളാഹു പകരം കൊടുത്തു. മോനെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്താ ഏർപ്പാട്? അത് ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല പുഞ്ചിരിക്കണ ഒരു മനുഷ്യൻ കേട്ടോ. അത് കഴിഞ്ഞ് മൂപ്പര് സ്വാഗതമൊക്കെ പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു ഖുർആൻ ഓതാൻ വേണ്ടി മുഹമ്മദിനെ ക്ഷണിക്കുന്നു. അപ്പോൾ ഒരു മുഹമ്മദ്, ഒരു സുന്ദരനായ ഒരു കുട്ടി വന്ന് വളരെ ഈണത്തിൽ നല്ല സുന്ദരമായി ഓതി ഓൻ്റെ സീറ്റിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇതേപോലെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സമ്മാനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ഖുർആൻ ഓതിയ കുട്ടിൻ്റെ വാപ്പാക്കും ഉമ്മാക്കും ഈ സമ്മാനം വാങ്ങിയ കുട്ടിൻ്റെ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു അതിനുള്ള അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്നും പറഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ കാറ് കയറിയപ്പോൾ ആ വാപ്പ പറഞ്ഞ് ആ 2 ദുആ എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്കും ആ കിട്ടിയത്. നോക്കിയേ നിങ്ങൾ, എത്രത്തോളം നമുക്കിങ്ങനെ സന്തോഷം തോന്നുക. പടച്ചോനെ, മക്കളെ തെരഞ്ഞ് MDMA കേസ് ആയിട്ട് ഹൈക്കോടതി സുപ്രീം കോടതി വരെ പോയ വാപ്പാരുണ്ട്. എന്താ കാരണം? ഒന്നുമില്ല. ആൾക്കാരുടെ ഇടയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ പറയാണ് ഒന്നാമത്തത് ആൺകുട്ടിയാണ്, രണ്ടാമത്തതും ആൺകുട്ടി തന്നെയാണ്, മൂന്നാമത്തതും ആൺകുട്ടി തന്നെയാണ്, നാലാമത്തതും ആൺകുട്ടി തന്നെയാണ്. എൻ്റെ ഒന്നാമത്തോ പെൺകുട്ടിയാണ്, രണ്ടാമത്തോ പെൺകുട്ടിയാണ്, മൂന്നാമത്തോ പെൺകുട്ടിയാ, നാലാമത്തോ പെൺകുട്ടിയാ. റബ്ബേ, ആനക്കുട്ടിനൊന്നും നല്ല തന്നിട്ടില്ലല്ലോ. ഏതായാലും നമുക്ക് പെൺകുട്ടിയല്ലേ തന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കേസൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറയാ പടച്ചോനെ പെൺകുട്ടി ആയാൽ മതിയാനും, ആൺകുട്ടി വേണ്ടിയില്ല. അല്ല, ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും നമുക്ക് വളരുന്ന കുഞ്ഞ് നമ്മളുടേതാണ്. വയനാട് ക്യാമ്പിന് വന്ന ഒരു വൈൽഡ് ലൈഫിൻ്റെ ഓഫീസർ പറയാണ്, ഇക്കൊല്ല ആന ഇതിൽ അങ്ങോട്ട് പോയാൽ ആ ആന ചത്തുപോയാലും അതിൻ്റെ വയറിലുള്ള കുട്ടി ഇക്കൊല്ല ഇതിൽ വരും. അതുകൊണ്ട് അവിടെ കൃഷി ചെയ്യാതൊക്കെയാണ് നല്ലത്. കുടുംബക്കാരും വരും. അതിനെന്താ പറയാ നിങ്ങൾ വയനാട്ടുകാർ? എന്താ പറയാ? ആനത്താര അല്ലേ? ഒരു വഴിയാണത്. ആ വഴിയാണ് നമ്മൾ ഏത് കാര്യങ്ങൾ പിന്തുടരുന്നുവോ ആ പിന്തുടരുന്നത് നമ്മുടെ മക്കളും പിന്തുടരുക. വാപ്പയുടെ സ്വഭാവം മക്കൾ പിന്തുടരുക, ഉമ്മയുടെ സ്വഭാവം മക്കൾ പിന്തുടരുക. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയാ, തലയിലൊരു ഉമ്മയൊക്കെ വെച്ചിട്ട് പറയാ, എന്താ പറയാ, മോനെ എൻ്റെ പോലെ നീ ജീവിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും. അപ്പോൾ കുട്ടി നമ്മളോട് ചോദിക്കുക, വാപ്പ ഞാൻ വീടിയൊക്കെ വലിച്ചു നടന്നാൽ അജ്ജി അതൊന്നും നോക്കണ്ട, ഇജ്ജിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അല്ല, ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി വെക്കും അല്ലേ? ഉമ്മ പറയാണ്, മോളെ നീ എൻ്റെ പോലെ ജീവിക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടും എന്ന് പറയുമ്പോൾ ഉമ്മ മൊബൈലിൽ കുറേ നേരം സ്റ്റാറ്റസ് നോക്കി അതിലിങ്ങനെ ഇരിക്കലാണ്. അങ്ങനെ ഇരുന്നാലും ഉമ്മ സ്വർഗം കിട്ടും. അല്ല മോളെ,
അത് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കണാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഉമ്മ, നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകാൻ, നമ്മുടെ മകന് മാതൃകയാകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ നാട്ടിൽ അവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ടാവുക? അതുകൊണ്ട് വാപ്പയും ഉമ്മയും നമ്മളൊക്കെ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ ബാപ്പയാണ് എൻ്റെ മാതൃക എന്ന് നമ്മുടെ മക്കൾ പറയുമ്പോൾ അള്ളാഹുവിற்கு സ്വർഗം കൊടുക്കണം. ഈ ഉമ്മയാണ്, ഈ മഫ്തട്ട പർദ്ദട്ട ഉമ്മയാണ് പടച്ചോനെ എനിക്ക് മാതൃക എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടിക്ക് സ്വർഗം കൊടുക്കണം. നമ്മളെ മാതൃകയാക്കിയതിൻ്റെ പേരിൽ ആ കുട്ടികൾക്ക് നരകം കിട്ടിയാൽ ആ കുട്ടിക്ക് എന്തേ നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? ഒരു കുട്ടിക്ക് വാപ്പയും ഉമ്മയും കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം അത് സൽ സ്വഭാവമാണ് എന്ന്. സൽ സ്വഭാവം ആത്മവിശുദ്ധിയുടേതാകണം. മനുഷ്യനാണ്, മനുഷ്യന്മാർക്ക് പല പൂതി ഉണ്ടാവും. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ പൂതി ഇങ്ങനെ വരും, പല ആഗ്രഹങ്ങൾ ഇങ്ങനെ വരും. ഒരുത്തൻ ഇടങ്ങാറായി ഒരു ജോബ് കിട്ടി, ആ ജോബ് കിട്ടി അവന് 1.5 ലക്ഷമോ 2 ലക്ഷത്തെയാണോ അവൻ്റെ ഫസ്റ്റ് ശമ്പളം. അവനോട് പിന്നെ പ്രാദേശിക ചാനലുകാരൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഫസ്റ്റ് ആഗ്രഹം എന്താണ് നടപ്പാക്കുക? ഞാൻ ഐഫോൺ വാങ്ങും. ആകെ ജീവിതത്തിൽ ഐഫോൺ വാങ്ങുക, പിന്നെ UK പോവുക, കുളു മണാലി ഒന്ന് പോകണം, സിംഗപ്പൂർ മലേഷ്യ ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി. അല്ല മോനെ അജ്ജിനൊന്നും പോണ്ടേ? അതിനൊന്നും എൻ്റെ അടുത്ത് പൈസ അല്ല. ഉംറക്കൊന്നും പോണ്ടേ? അല്ല അതിനൊന്നും ഒന്ന് പോ. നിങ്ങളെ മക്കള് ഹറമ് കണ്ടുകണോ? അത് കണ്ടിട്ടില്ല. കുളു മണാലിയൊക്കെ കണ്ടുക്കണോ? അതൊക്കെ കണ്ടിക്കണേ. ശ്രീലങ്ക കണ്ടിക്കണേ. ഉത്തരേന്ത്യ കണ്ടിക്കണേ. പിന്നെ സിംഗപ്പൂർ മലേഷ്യ ഒക്കെ കണ്ടിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണിത ഇബ്രാഹിം നബി പറഞ്ഞ അതിന് പൈസ അല്ല. അതായത് മതപരമായ കാര്യത്തിന് എടുത്തക്കണ്ട പല പൈസവും ആഴ്ചയിൽ ടൂറ് പോയി കഴിഞ്ഞ്, മുമ്പ് കാലത്തൊക്കെ അഹമ്മദ് ഹാജി, അബൂബക്കർ ഹാജി എന്നൊക്കെ ഉള്ളത് വളരെ അപൂർവമായി, ആ അപൂർവതയിലേക്ക് രണ്ടാമത് പോവുകയാണ്. എന്താ കാരണം? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ പോവുകയാണ്. ആ പോക്കിന്റെ എന്താ? അഥവാ നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധി വെക്കാൻ, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിനെ എല്ലാം സമർപ്പിച്ചൊരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി എന്നാണ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മളെല്ലാവരും കൂടിയിട്ടെങ്കിലും ഒരു സമുദായമാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. തിന്മ സംഭവിക്കാതിരിക്കുക. നമ്മളൊക്കെ കൂട്ടുകുടുംബാണ്. ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ഏട്ടുണ്ടാവും, അനിയുണ്ടാവും, ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് കൊടുന്ന ഓരുണ്ടാവും, മറ്റോരുണ്ടാവും. ചിലപ്പോൾ നമ്മളെ ജ്യേഷ്ഠൻ്റെ വീട് അടുത്തേക്കാരം. നമ്മളെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവർക്ക് അത്യാവശ്യം തുണക്ക് പോകണ ചിലപ്പോൾ നമ്മളെ മോനേക്കാരം. ചിലപ്പോൾ നമ്മളെ ഓഫീസിൽ വേറെ ആരെങ്കിലും ഒരു ലേഡി ആയിരിക്കും അവിടെ വർക്ക് ചെയ്യണൊക്കെ. നോക്കൂ നിങ്ങൾ. ഒരു സഹോദരൻ പറയാണ്, എന്താണ് ഈ അങ്ങാടിയിലൊക്കെ സ്പാ 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 എന്ന് എല്ലായിടത്തും നമ്പർ എഴുതി വെച്ചേക്കണ്, എന്താണിത് സംഭവം? ഒരു ചെറുപ്പക്കാരനാ ചോദിക്കണേ. അപ്പോൾ അവനോട് മറ്റോ പറഞ്ഞു കൊടുക്കടാ, പല രാജ്യങ്ങളിലുള്ള വ്യഭിചാര വ്യാപാരം നമ്മളെ നാട്ടിൽ ഇപ്പം സർവത്ര എത്തിയിട്ടുണ്ട്. എന്താ കാരണം? കോടതി വിധിച്ചിട്ടുണ്ടല്ലോ, ഒരാണും പെണ്ണും ഒറ്റക്ക് ഒരു റൂമിലായാലും കേസൊന്നും എടുക്കാൻ പാടില്ല, ഒരു പരസ്പരം പൊരുത്തപ്പെട്ടാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യഭിചാരം കൂടുമ്പോൾ കൊല വർദ്ധിക്കുന്ന, കൊലപാതകങ്ങൾ കൂടും, മനുഷ്യരുടെ ബന്ധങ്ങൾ കൂടും, രക്തം ചിന്തപ്പെടും. ഇതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കണം. ആ സമയത്ത് പറയാ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാതിലടച്ചപ്പോ യൂസുഫ് നബി വഖാലത്ത് ഹൈതലക് എന്ന് പറഞ്ഞപ്പോ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുമ്പോ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞ് പിൻവാങ്ങാൻ കഴിയുന്ന ഖുർആൻ പഠിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശത്രുതകൾ നോക്കൂ നിങ്ങളിപ്പോൾ. ടിൻസ് 2 കുട്ടികളെ ഇരട്ട കുട്ടികളാണെങ്കിൽ ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ 8 A ഒരുത്തുണ്ടെങ്കിൽ 8 B ഒരുത്തനുണ്ടാവും. അവൻ്റെ ഇത് ഓൻ പറയുന്നത് ചങ്ക് വരുത്താണ്, എന്താന്ന് അറിയാലോ മാഷേ ചങ്ക്. അപ്പോൾ 8 A പോയി നോക്കിയാൽ ഓനും വരുത്താളുണ്ടാവും.
ഓൻ എന്താ നല്ല ചങ്ക് ഇങ്ങനെ വരുത്താണ്. ഒരാൾക്ക് സങ്കടം വരുമ്പോൾ മറ്റോനും സങ്കടം വരും. ഇരട്ട കുട്ടികളായ കുട്ടികളെ അവർക്ക് മറ്റവനെ തെരഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ സങ്കടം. അപ്പോൾ ഇങ്ങോട്ട് തരും. ഇരട്ട പെറ്റ 2 കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഒരുത്തിനെ, മറ്റവർക്ക് പുതിയാപ്പള കിട്ടിയില്ല. അങ്ങനെ രാത്രി ആങ്ങളുടെ പാൻറ്റും കുപ്പായം ഇട്ട് മറ്റോളെ കെട്ടിച്ചോടത്തേക്ക് പോയി. ആര്? ഇരട്ടക്കുട്ടി, ടിൻസ്. അങ്ങനെ വാതിൽ ചെന്ന് മുട്ടിയപ്പോൾ വാതിൽ തുറന്ന് പൊരേത്ത വാപ്പ, ഞാൻ മറ്റോളൊപ്പമുള്ളതാണ് എന്ന് പറഞ്ഞു. ആ വാപ്പ അകത്തേക്ക് ഇരുത്തി മറ്റോളൊപ്പം കിടത്തി ഉറക്കി. രാവിലെ മൂപ്പരുടെ 2ാമത്തെ മകനുണ്ടായിരുന്നു. അതിന് വിവാഹപ്രായം ആയിട്ടില്ല, 23 ആയിട്ടുള്ളൂ. ഓനെ കൊണ്ട് അവളെ നിക്കാഹ് കഴിപ്പിച്ചു. എന്താ കാരണം അറിയോ? ഓൾക്ക് വേറെ പിരിയാനാണ്. എന്താ കാരണം അറിയോ? ഒരു ഉമ്മയുടെ ഒരേ ഗർഭപാത്രത്തിൽ ഒരേ സമയം ഒപ്പം കിടന്നുറങ്ങിയോണ്ട് അവർക്ക് പിരിയാനാണ്. നമ്മൾ ഒരു കൊല്ലത്തെ ഗ്യാപ്പുണ്ട്, ഒരു കൊല്ലത്തെ. അതുകൊണ്ട് കാക്കാനോട് മുണ്ടണ കണ്ടുകൂടാ. കാക്കാനെ കണ്ടാ പിരാന്ത് കഴിക്കും. അനിയനെ കണ്ടു കഴിഞ്ഞാൽ മുതലും കേസ്. കൈ കൊടുക്കാം. പള്ളിക്കത്തെ ഉസ്താദിന് സലാം കൊടുത്ത് അയാൾ കോട്ടക്കൽ ആരോഗ്യശാലിക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ സ്വന്തം ജ്യേഷ്ഠന് കൈ കൊടുക്കാൻ, ഒരു സലാം പറയുമ്പോൾ കൈ കൊടുക്കാൻ ചെകുത്താൻ നമ്മളെ അയക്കൂല. അനിയനും സലാം അലൈക്കും സലാം എന്ന് പറഞ്ഞ് ആണ്ടും ഇങ്ങോട്ടും പറഞ്ഞു പോണ പോലെ കൊടുക്കാൻ കഴിയില്ല. സ്വന്തം പെങ്ങള് ആ വീട്ടിലേക്കൊന്ന് അസ്സലാമു അലൈക്കും, പെങ്ങൾക്ക് ആങ്ങൾക്ക് കൈ കൊടുക്കാം. ആങ്ങൾക്ക് പക്ഷേ ഈ കൈ കൊടുക്കുമ്പോൾ എന്താ അറിയോ? നിങ്ങൾ കണ്ടിണോ? അതായത് ഹാർട്ടിന് എന്തെങ്കിലും വിഷമം നിങ്ങൾക്ക് തോന്നിയാൽ നമ്മളുടെ ഹോമിയോപ്പതിയും അലോപ്പതിയും ഒക്കെ പറയുന്നത് ഇവിടെ ഒരു ഐസും കട്ട വെക്കാനാ. ഒരു ഐസിൻ്റെ കട്ട എടുത്തിട്ട് ഇവിടെ വെക്കാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വിഷമം, രക്തത്തിൻ്റെ ഇത് പെട്ടെന്ന് അലിഞ്ഞിട്ട് ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നു. നമ്മൾ സലാം പറയുന്നത് നോക്കി നിങ്ങൾ ഇതാ അങ്ങനെ പറഞ്ഞു നോക്കി. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 1/2 സെക്കൻഡ് പിടിച്ചിട്ട് വിടുമ്പോൾ നമ്മളൊരു സ്നേഹബന്ധം അതിലൂടെ അങ്ങനെ പോകും. അത് ചെറുത്താനേക്കൂല. നിങ്ങൾ മുതലും കേസ് കൂടാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സലാം കൊടുക്കണ്ട. ബാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ മുതലും കേസ് കൂടാനുള്ള. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ കൊണ്ടുപോയി പാവത്തിനെ കേറ്റിലിട്ടു. ഒന്നുമില്ല, അപ്പാക്ക് കുറച്ചൊക്കെ സ്നേഹം ഒന്നിനോടൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരും. കൊണ്ടുപോയി കേറ്റിലിട്ടു. കുപ്പായം കൊണ്ടുപോയി ചെന്നായ കുടിച്ചതാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവസാനം അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അബ്ദുൽ അസീസ് മന്ത്രിൻ്റെ കീഴിൽ അവിടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായി ചാർജ് എടുത്ത് ഭക്ഷണത്തിനൊക്കെ അവിടെ അരിയൊക്കെ കൊടുക്കൽ തുടങ്ങി. അപ്പോൾ 5 8 ഒക്കെ വന്നു. ബിന്യാമീനും ഉണ്ടായിരുന്നു കൂടെ. ബിന്യാമീൻ്റെ പാത്രം അളവ് പാത്രമെല്ലാം ആ ചാക്കിലിട്ടു. സൈന്യം പുറത്തുനിന്ന് പിടിച്ചപ്പോൾ ബിന്യാമീനെ ഇവിടെ ജയിലിലെത്തിച്ചു. പറഞ്ഞു ഇതാണ് ചരിത്രമെന്ന്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അവരൊക്കെ ഗോതമ്പ് വാങ്ങാനും ഒക്കെപ്പാടെ വന്ന് വിവരറിഞ്ഞപ്പോ നിങ്ങൾ ഇന്ന കേറ്റിലിട്ടോലാണെന്ന് എനിക്കറിയാം. വാപ്പാന്റെ മുമ്പിൽ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇഞ്ച കുപ്പായം കൊണ്ടേ കൊടുത്ത 5 ഏട്ടന്മാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോടൊരു പ്രതികാരവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. വഹുവ അർഹമർ റാഹിമീൻ, അല്ലാഹ് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ്. നമ്മളെ ഈ വയനാട് പ്രദേശം ഇവിടെ വന്നവരിൽ പല നാട്ടിൽ നിന്നുള്ളവരുണ്ടെന്നാ. ഇത് വല്ലാത്തൊരു സംഘമാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുമപ്പെടുത്തിയത് ഖുർആനാണ്. ഖുർആൻ ഒറ്റ കോപ്പിയുള്ളൂ, ഒറ്റ ഖുർആനേ ഉള്ളൂ. ആ ഖുർആനിലെ ആയത്ത് ഒരായത്താണ്. ആ ആയത്ത് നിങ്ങൾ പഠിക്കുമ്പോഴും ഓതുമ്പോഴും ആ ആയത്തിൻ്റെ മറ്റേ അറ്റം എവിടെയാണ്? അള്ളാൻ്റെ കയ്യിലാണ്. അപ്പം നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ റബ്ബായിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കണ പോലെയാണ് വിശ്വാസിക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേ നമ്മളെ തഖ്ശഇറു ജുലൂദുഹു എന്നറിയില്ലേ, ഇങ്ങനെ ഒരു ഇടുത്തുടിക്കലുണ്ടാവും. കുട്ടികൾ കണ്ടില്ല ഇങ്ങനെ ഓതിപ്പോണേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മളുടെ രക്തബന്ധങ്ങളിലും നമ്മുടെ സ്നേഹബന്ധങ്ങളിലും ഒക്കെ ഒലച്ചിലുണ്ടാവുമ്പോൾ അത് സാരല്ല, അത് വിട്ടളി. കുട്ടികളോട് പറഞ്ഞേ മാഷന്മാരെ അനുകരിക്കാൻ, ക്ലാസ് എടുക്കണ മാഷന്മാരെ ഒന്ന് അനുകരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി മാഷ അനുകരിച്ചത് എന്താ അറിയോ? സാർ ഇവിടെ ഉറങ്ങാ. അത് സാറില്ലടാ, ഓനോട് എഴുന്നേക്കാൻ പറയാം. സാർ ഓൻ പെണ്ണെടുത്തിട്ടില്ല. എടാ ഓൻ ആരെങ്കിലും ഒരു പെണ്ണ് കൊടുക്കി. ആരെങ്കിലും സാർ ഇവൻ നോട്ടൊക്കെ കൊണ്ടുവന്നിട്ടില്ല, എന്നാ ആരെങ്കിലും ഒരു പേപ്പർ കൊടുത്ത് സഹായിക്കും. ഒരു മാഷ അനുകരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക.
കൂട്ടുകാരൻ്റെ വീട്ടിൽ 6 കൂട്ടുകാർ വന്നു. കൂട്ടുകാരൻ വീട്ടിലില്ല. പഴയ 6-ാം നൂറ്റാണ്ടിലെ അമ്മയാട്ടോ, നമ്മളെയൊക്കെ പുരയിലുണ്ടായിനെ. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒന്നും തെരഞ്ഞിട്ട് കാണാനല്ല, വേഗം ചൂടുവെള്ളം വെച്ചു. ചൂടുവെള്ളം വെച്ച് വേഗം ഉമ്മ തപ്പി നോക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഒരു സാധനമേ ഉള്ളൂ. അത് ഒരു വയനാടൊക്കെ കിട്ടണേ ചായപ്പൊടിയാണ്. അതിട്ടു. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി. എൻ്റെ മകൻ്റെ കൂട്ടുകാരാണ്. ഓലിടയിൽ എൻ്റെ മോൻ വഷളാകാൻ പാടില്ലല്ലോ. അങ്ങനെ ചായ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന നേരത്ത് കുടിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, മക്കളെ ഒന്നിൽ മധുരട്ടിട്ടില്ല. അപ്പോൾ കുടിക്കണോ വിചാരിച്ചു എൻ്റെയിലായിരിക്കും മധുരടാത്ത്, മറ്റോൻ വിചാരിച്ചു എൻ്റെയിലായിരിക്കും, മറ്റോൻ വിചാരിച്ചു അവൻ്റെയിലായിരിക്കും, മറ്റോൻ വിചാരിച്ചു ഓൻ്റെയിലായിരിക്കും. എല്ലാം കുടിച്ച് പാവം ആ ഉമ്മ നമ്മളെ അഭിമാനം കാത്തതായിരുന്നു. പഞ്ചസാര ഇല്ലാഞ്ഞിട്ട് പോലും മാനേജ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെ വളർത്തി നമുക്കൊരു ചീത്തപ്പേര് വരുമ്പോൾ ആദ്യം ദുഃഖിക്കണത് അള്ളയാണ്. രണ്ടാമത് ദുഃഖിക്കുക നമ്മുടെ ഉമ്മയാണ്. മൂന്നാമത് ദുഃഖിക്കുക നമ്മളുടെ ഉപ്പയാണ്. ആ വേണ്ടപ്പെട്ടവർ നമുക്ക്, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ കൂടപ്പിറപ്പുകൾ, നമ്മളുടെ സഹോദരങ്ങൾ, നമ്മളുടെ ബന്ധുക്കൾ എല്ലാമാകുമ്പോൾ ഇത് നിലനിൽക്കാൻ സമ്പത്തിനോട് സ്നേഹമാകാം. പക്ഷേ അതിനപ്പുറം നമുക്ക് കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാം. ഒരാൾ പ്രൊഫസർ, ഒരാൾ അഡ്വക്കറ്റ്, ഒരാൾ ഡോക്ടറാണോ സംശയം. ഒരു മകൻ കപ്പലണ്ടി കച്ചവടക്കാരൻ. ഈ കപ്പലണ്ടി കച്ചവടക്കാരന് ഒരു 5000 ഉറുപ്പ്യ ആവശ്യമുണ്ടായപ്പോൾ അവരോട് ചോദിച്ചോല്ലോ, ഒരു 5000 ഉറുപ്പ്യ തരും. അതെന്താ പനക്ക് ഇതൊന്നും ഉണ്ടാക്കാനൊന്നും ആവൂലേ? ഇതുവരെ എവിടായിരുന്നു വായിക്കാതെയും പഠിക്കാതെയൊക്കെ നടന്ന് ഇപ്പോൾ ഇങ്ങനെ അവസാനം ചായയും കപ്പലണ്ടിയും വിറ്റ് നടന്നിട്ട് എന്താ ഇപ്പം ഞങ്ങൾ എന്ത് കണ്ടിട്ടാണ് എനിക്ക് 5000 തരുന്നതെന്ന് ജ്യേഷ്ഠന്മാർ ചോദിച്ചപ്പോൾ അയാൾ വല്ലാണ്ട് ഉരുകിപ്പോയി. രാത്രി ചായപ്പീടിയൊക്കെ അടച്ച് കപ്പലണ്ടിയൊക്കെ പൂട്ടി വീട്ടിൽ പോയി ഒരു കുറിപ്പ് എഴുതി വെച്ചു. ഈ കപ്പലണ്ടി കച്ചവടക്കാരനായ, പേര് പറയണില്ല, ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുന്നുവെങ്കിൽ ഞാൻ പോവുകയാണ്. ആ ചെറിയ അനുജൻ ഇന്ന് ലോകത്തിലില്ല. നമ്മളുടെ രക്തബന്ധുക്കളും നമ്മളുടെ കൂട്ടത്തിലുള്ളവരും കുടുംബത്തിലുള്ള ആരും ആക്ഷേപിക്കരുത്. അള്ളയാണിതെല്ലാം തന്നത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. 2 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ പഠിച്ചോൻ. ആ സാമ്പത്തികമായി വരും, ആർത്തി മൂക്കരുത്. ഒരു തോട്ടം 2 ആൾക്ക് തോട്ടം കൊടുത്തു. ഒരുത്തൻ പറഞ്ഞു ആ തോട്ടത്തൊന്നും ഒന്നും തരൂല, ആ പടച്ചോനൊന്നും കൊടുക്കൂല. ഞാനാണ് ആ തോട്ടം ഉണ്ടാക്കിയത്, ഞാൻ നയിച്ചുണ്ടാക്കിയതാ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ, അത് എന്നും നിലനിൽക്കും. അതെന്തിനാ? പടച്ചോൻ എന്തായാലും വേടാ, പടച്ചോൻ എന്താ അപ്പൻ്റെ തോട്ടത്തിൽ നിന്ന് എന്തിനാ സക്കാത്ത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. മറ്റോൻ പറഞ്ഞടാ അങ്ങനെ പറയല്ലടാ, പടച്ചോനല്ലേ നമുക്ക് എല്ലാം തരുന്നത്, നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കണ്ടേ, സദക്ക കൊടുക്കണ്ടേ, നമുക്ക് സക്കാത്ത് കൊടുക്കണ്ടേ, നമ്മളിങ്ങനെ കിബിറ് കാട്ടി നടന്നാൽ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. മറ്റോനെന്ത് പറഞ്ഞു? അതൊന്നുമില്ല, എൻ്റെ തോട്ടാണ്, എന്നും നിലനിൽക്കും. രാവിലെ വന്നു നോക്കുമ്പോൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന തോട്ടത്തിന്റെ പന്തലാണ് കണ്ടത്. ഇത് ഞാൻ പറഞ്ഞ കഥയല്ല, ഖുർആൻ വായിച്ചു നോക്കിയാൽ ഞാൻ റബ്ബിൽ പങ്കു ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ തോട്ടം ഇങ്ങനെ കരിഞ്ഞു പോകില്ലായിരുന്നു. അതേതാണ് ആ പങ്ക്? എൻ്റെ മുതല്, മാലി മാലി മാലി, എൻ്റെ മുതല്. ഭാര്യ ചായ ഉണ്ടാക്കി തന്നു, ചോറുണ്ടാക്കി തന്നു, തുണിയുപ്പാക്ക് അലക്കി തേച്ചു തന്നു.
ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 2 മിനിറ്റ് കൂടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ എല്ലാം ചെയ്തു തന്ന ഭാര്യയോട് ഒരു ദിവസം രാവിലെ മുതൽ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. ഭാര്യ ചോദിക്കുകയാണ്, എന്താ ഉപ്പ് ഏറിയോ? ഇല്ല. മുളക് കുറഞ്ഞോ? ഇല്ല. ഞാൻ ഡ്രസ്സ് അലക്കിയപ്പോൾ എന്തോ ചളിയായോ? അതൊന്നുമല്ല. പിന്നെ എന്താണ് സംഗതി? എന്താന്ന് പറയാം. ഒന്ന് പറയാനും പറ്റൂല. അങ്ങനെ ഉണ്ടാവില്ല ചിലത്, പറയാനും വയ്യ. അവസാനം ഭാര്യ ചോദിച്ചു, നിങ്ങൾ കാര്യം എന്താ വെച്ചാൽ പറയും. എൻ്റെ വാപ്പ മരിച്ചിട്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുൻഭാഗം എന്താ തരാത്തത്? ഭാര്യൻ്റെ വാപ്പ മരിച്ചിട്ട് എനിക്കെന്താ ഷോപ്പിംഗ്? ഞാൻ മൂപ്പര മകനല്ലല്ലോ. എൻ്റെ ഭാര്യക്ക് എന്താണോ അവരെ അവകാശപ്പെട്ടത് അവർ കൊടുക്കും. അതെല്ലാം കൂടി അണച്ചു പിടിച്ച് മാലി മാലി. ആർക്കും വേണ്ടിയാ നമ്മൾ കുടുംബക്കാർ തമ്മിൽ മുതലും കേസ് കൂടണേ? ഞമ്മക്കും വേണ്ടിയാ. രാവിലെ ഒരു ചപ്പാത്തി, ഉച്ചക്ക് കപ്പ് ചോറ്, വൈകുന്നേരം ഒരു കക്കരിക്കണ്ട കണ്ടം. ഇതിനപ്പം ഈ തല്ലൂടണേ? അല്ല, മന്തിക്ക്. ആരാ മന്തി തിന്ന? നമ്മളെ മക്കള്. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ കുടുംബ ബന്ധുക്കളോടും ഭാര്യ വീട്ടുകാരോടും തല്ലുകൂടി മിണ്ടാതെ നിന്ന് മുതല് വാങ്ങി, എന്നിട്ട് നമ്മളെ മക്കൾക്ക് 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 മക്കളോ മക്കൾക്ക് നമ്മളെ വീട് വേണോ? നമ്മളെ മുതല് വേണോ? വേണ്ട. നായ്ക്കുമില്ലാണ്ടായി, നരിക്കുമില്ലാണ്ടായി പോയി. അതുകൊണ്ട് മാലി എന്ന് പറഞ്ഞാൽ എൻ്റെ മുതലെന്നാണ്. രണ്ടാമത് കുറച്ചൊക്കെ ആശുപത്രിയിൽ 3 പൈപ്പൊക്കെ ഇട്ട് കിടക്കുമ്പോൾ മാലി എനിക്കെന്താ ഉള്ളത്? കുറച്ചും കൂടി കഴിഞ്ഞ് സക്കറാത്ത് വരുമ്പോൾ മാലി എനിക്കൊന്നുമില്ല. എല്ലാത്തിനും അറബി ഒന്ന് തന്നെ. അപ്പം അതുകൊണ്ട് കുടുംബ ബന്ധുക്കൾ തമ്മിൽ, ഭാര്യ വീട്ടുകാർ തമ്മിൽ നമ്മൾ സമ്പത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിക്കാതെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. അപ്പൊ അതിന് നമ്മളെടുത്ത് ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യരുത്? അമിതത്വം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് അവസാനമായി കിടക്കുകയാണ്. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുർരിയ്യതഹും. വാപ്പ പള്ളിക്ക് പോകുമ്പോൾ മകൻ കൂടെ വരുന്നു. ഉമ്മ പള്ളിക്ക് പോകുമ്പോൾ മകൾ കൂടെ വരും. ഉമ്മ ധരിച്ചതുപോലെ മകൾ ധരിക്കുന്നു, ഉപ്പ ധരിച്ചതുപോലെ ധരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ നാളെ നമ്മൾ സ്വർഗത്തിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാവും. മക്കൾ അവിടെ ഉണ്ടാവും. അതിൻ്റെ മുമ്പേ ചില ഉമ്മമാർ സ്വർഗത്തിൻ്റെ താക്കോലേറ്റ് അവിടെ തുറക്കാൻ നിൽക്കും. അപ്പോൾ മുത്തുനബി വരും. റസൂല വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ഉമ്മാർ ഇവിടെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണേ? അപ്പോൾ അവർ പറയേ റസൂലുള്ളാഹിനോടെ, റസൂലുള്ളാ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ട് മക്കളെ നോക്കി ദീനിയായി വളർത്തി ഒരു പരുവത്തിലെത്തിക്കാൻ കഷ്ടപ്പെട്ടമാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളോട് സ്വർഗം തുറക്കാൻ പറഞ്ഞതാണ്. ഞങ്ങൾ തുറക്കണില്ല, നിങ്ങൾ തന്നെ തുറന്നോളി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലമക്ക് പിന്നെ സ്വർഗത്തിൻ്റെ താക്കോല് തുറക്കാൻ. അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടാവും. എല്ലാം ശ്രമിക്കുക. രോഗങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും, കടങ്ങളുണ്ടാകും. എല്ലാം ഖുർആൻ നമ്മളോട് പറയുന്നത് അള്ളാഹുവിലേക്ക് മടക്കുക എന്ന. നിഅമത്തിനെ കുറിച്ച് അൽഹംദുലില്ലാ വാചാലമായി സംസാരിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മുടെ പള്ളി ഭാരവാഹികളും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവരും ഒക്കെ നന്നായി കഠിനാധ്വാനം ചെയ്തു. സനാബിൽ സംഘം എനിക്ക് തോന്നുന്നു 1 മാസത്തോളമായി നിരന്തരമായ പരിശ്രമത്തിലാണ്. എന്തിനാ? ഖുർആൻ പഠിതാക്കളെ ഒരുമിപ്പിച്ച് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നിർത്താൻ. ഇതൊരു വലിയ മഹത്തായ സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ യാത്രയിൽ മധ്യയായതുകൊണ്ട്
നിസ്കാരം അസർ ജമ്മാക്കി നിസ്കരിച്ചത് കൊണ്ട് ഞാൻ യാത്ര തുടരുകയാണ്. ബാങ്ക് കൊടുത്തതിന് ശേഷം പള്ളിയിൽ നിന്ന് നിസ്കരിക്കാതെ പോകുന്നവൻ ചെകുത്താനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.